എല്ലാരും നോട്ട് എഴുതിക്കോ. ടീച്ചറെ കൈയൊടിഞ്ഞിരിക്കുന്നു. ടീച്ചറെ കണ്ണു വയ്യ. പനിയാ ടീച്ചറെ. ഞാനിതെന്തോ വാതിലെങ്ങാനും ആണോ വന്ന? അയ്യോ ടീച്ചറെ ഞാൻ എടുത്തരാം. നിന്റെ കൈക്ക് എന്തോ പറ്റിയെന്നാ പറഞ്ഞ? താരത്തല്ലേ മേലോട്ട് വീണു. അപ്പൊ ഗ്രാവിറ്റിയാ? ഗ്രാവിറ്റി ഇന്നലെ അവൻ വലിച്ചേറി കളഞ്ഞു. ടീച്ചറെ പിന്നെ കണ്ണിന് കുരുവില്ല. എടാ നിന്റെ കണ്ണിലെ ചുമന്നിരിക്കുന്നെന്ന് പറഞ്ഞാ? ടീച്ചറെ ഇത് നോക്കിയാ പകരും. അയ്യോ എനിക്കും വന്നടാ. അയ്യോ ടീച്ചറിനെ പകർന്ന് നാളെ എല്ലാവർക്കും ലീവ്. ടീച്ചറെ ഇവനൊരു ഗുരുവില്ല. ഇവൻ കശി തുള്ളിയും വെച്ചോണ്ടിരിക്കുക. കാണിച്ചു വിടാം. എടാ മണ്ട ഇത് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഇത് തൊലിച്ചിട്ട് വെക്കണം, എന്നാലേ പനി പിടിക്കൂ. നിശബ്ദത. ഇപ്പൊ ഒരു തീവ്രവാദി വന്നായിരുന്നെങ്കിൽ ഇവരെല്ലാം പേടിച്ചിരിക്കുമ്പോ ഞാനെ കീഴ്പ്പെടുത്തി പിള്ളേരൊക്കെ മുന്നിൽ ആളാവായിരുന്നു. എല്ലാരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അറ്റാക്കർ റാങ്ക് 50, ഇക്സോ റാങ്ക് 12. കൊച്ചു റാങ്ക് 1. എക്സാമിന് 1 മാർക്ക് മേടിച്ചിട്ട് നിന്ന് റെസ്ലിംഗ് കാണിക്കുന്നു. നാത്തോട് തീപ്പെട്ടിപ്പെടാൻ കളിക്കാം. ഇത്ര നഷ്ടം വരുത്തില്ല. എല്ലാരും അവരവരെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ കത്തെഴുത്. എന്റെ സ്വന്തം സോഹന്റെ അച്ഛ, തനിക്ക് ഇതിന്റെ വല്ല കാശും ഉണ്ടായിരുന്നു. എടാ പന്ന അനസിന്റെ അച്ഛ, ഇത് വായിക്കുന്നവൻ എന്റെ ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങളൊക്കെ ഈ പെണ്ണം കാണാറുണ്ടോ? പെണ്ണൻ എനിക്ക് വൈകുന്നേരം കഫേ പോയിരുന്നു GTA കളിക്കണം. GTA എന്ന് പറഞ്ഞാലേ നമ്മളിങ്ങനെ കോറൊക്കെ ഓടിച്ച് ഇങ്ങനെ പോകുമ്പോഴേ കഫേയിൽ ആള് വരുന്ന കൺട്രോൾ ഷിഫ്റ്റ് അടിക്കും. ക്രോമിനകത്ത് ചേച്ചി തുണിയില്ലാതെ വരും. അനസേ 1947 എന്തോ ഉണ്ടായോ പറ. 47 കുറ്റാക്കോലിട്ട് ഒരു കൊച്ചി വീട് കുളിച്ചൊരു അതീവ സുന്ദരിയായ യുവതി. ഇത് ഞാൻ പഠിപ്പിക്കാത്ത ബുക്കിലെ കഥയാണല്ലേ. ഇത് ഏത് ബുക്കിലെ കഥ? മാമൻ തന്ന ബുക്ക്. 46 അത് 47 ഭയങ്കര ചൂടാ. ഫാനം കിട്ടാലോ.